മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കോതമംഗലത്ത് വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സർക്കാരിൽ ഇത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി കോതമംഗലത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇരമല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഗവൺമെന്റും സ്വീകരിക്കുന്നു. ഇവിടെ ഒട്ടേറെ വിഷയങ്ങൾ സൂചിപ്പിക്കാം. ഇവിടെ ഈ സംസ്ഥാനത്ത് മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ നിരവധി വീട്ടമ്മമാർ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ മകൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വീട്ടിലെ കലഹങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിരവധിയായ വീട്ടമ്മമാർ മാതാപിതാക്കളെ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായി. ഇവിടെ അടുത്ത നാളുകളിൽ പത്രമാധ്യമങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ചെറുവട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ വടക്കരന്റെ അധ്യക്ഷനായ സമരപരിപാടിയിൽ നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൽ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫരീദ് പട്ടമാവുടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ, ബ്ലോക്ക് ഭാരവാഹികളായ വിനോദ് K. മേനോൻ, VM സത്താർ, ഷൌക്കത്ത് പൂതയിൽ, അനിൽ രാമൻ നായർ, TP ഷിയാസ്, പഞ്ചായത്ത് മെമ്പർ വൃന്ദ മനോജ് എന്നിവർ സംസാരിച്ചു. INTC മണ്ഡലം പ്രസിഡന്റ് നവാസ് ചെക്കുന്നായം, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഫരീദ് കാവാട്ട്, NM അസീസ്, നസീർ ഖാദർ, KP കുഞ്ഞ്, MM അബ്ദുൽ സലാം, ഷക്കീർ പാണാട്ടിൽ, സലീം പേപ്പതി, ഷിയാസ് കൊട്ടാരം, കാസിം പാണാട്ടിൽ, MK അർജുനൻ, അസീസ് പാറപ്പാട്ട്, നൌഫൽ കാപ്പുചാലി, KP ചന്ദ്രൻ, നാരായണൻ മേത്തല, നാസർ ചെക്കുന്തായം, KP അഷ്റഫ്, വിജയൻ നായർ, മീരാൻ അരീക്കൻ എന്നിവർ നേതൃത്വം നൽകി. ഭൂനികുതിയിൽ 50% വർധനവ് ഏർപ്പെടുത്തിയത് സാധാരണക്കാർക്കും കർഷകർക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ജനങ്ങളുടെ മേൽ നികുതി ഭാരം ചുമത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. ഭൂനികുതി, വൈദ്യുതി നിരക്ക്, വെള്ളക്കരം, കെട്ടിട നികുതി എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ കേരളത്തിലുടനീളം ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.